ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ശ്രീനിവാസൻ എന്ന ഒരു സുഹൃത്തില്ലെങ്കിൽ, ശ്രീനിവാസൻ എന്ന ഒരു എഴുത്തുകാരനില്ലെങ്കിൽ എനിക്ക് ഇത്രയും വലിയ കൂടുതൽ നല്ല സിനിമകൾ ചെയ്യാൻ, ഇത്രയും ഹിറ്റ് സിനിമകൾ ചെയ്യാൻ സാധിക്കില്ല. കാര്യം അത് ആ ചെയ്ത സിനിമകളുടെ മാത്രമല്ല, അതിൽ നിന്ന് പഠിക്കുന്ന പാഠങ്ങൾ ഞാൻ സ്ക്രിപ്റ്റ് എഴുതുമ്പോഴും ഞാൻ വേറെ സ്ക്രിപ്റ്റുകൾ വർക്ക് ചെയ്യുമ്പോഴും എന്നെ സ്വാധീനിക്കാറുണ്ട്, സഹായിച്ചിട്ടുണ്ട്. രഘുനാഥ് പലേരി ആണെങ്കിലും ലോഹിതദാസ് ആണെങ്കിലും സ്ക്രിപ്റ്റ് എഴുതി തന്നിട്ടുണ്ട്. അതെ, ശ്രീനിവാസനാണ് ഒരു കൂട്ടുകെട്ടെന്നുള്ള നിലയിൽ വൻ വിജയമായി മാറി. പക്ഷെ ഇതേ ശ്രീനിവാസൻ തന്നെ പ്രിയദർശന് വേണ്ടിയും കമലിന് വേണ്ടിയും ഒരുപാട് തിരക്കഥകൾ എഴുതും. പക്ഷെ അവർക്കൊക്കെ എഴുതുമ്പോൾ ഇല്ലാത്ത ഒരു പണത്തൂക്കം കൂടുതൽ, അല്ലെ ഒരു അല്പം മുഹബത്തൂടെ ഇട്ട് സത്യേട്ടൻ്റെ സിനിമകൾക്ക് ശ്രീനിവാസൻ സംഭാവന ചെയ്തിട്ടില്ലേ? അത് ഞങ്ങൾ രണ്ടുപേരും ഓൾമോസ്റ്റ് ഒരേ വിധത്തിൽ ചിന്തിക്കുന്നവരാണ്. ഞങ്ങൾ ഒന്നിച്ച് ഒരു സ്ക്രിപ്റ്റ് എഴുതാനായിട്ട് 1 മാസം 2 മാസം ഒന്നിച്ചിരിക്കുമ്പോൾ എൻ്റെ മനസ്സ് വായിക്കാൻ ശ്രീനിവാസനെ അറിയാം. അതായത് ഞാൻ പറയാൻ പോകുമ്പോൾ പുള്ളി പറയും, നിങ്ങളിതല്ലേ പറയാൻ ഉദ്ദേശിച്ചത്. ശരി. അപ്പോൾ അങ്ങനൊരു വേവ് ലെങ്ത് ഭയങ്കരമായിട്ട് ഞങ്ങൾക്ക് തമ്മിലുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ രണ്ടുപേരും ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾ, വളർന്ന സാഹചര്യങ്ങൾ, ഇപ്പോൾ പ്രിയൻ വളർന്ന സാഹചര്യത്തിലല്ല ഞാൻ വളർന്നത്, പക്ഷേ ഞാൻ വളർന്ന സാഹചര്യം തന്നെയാണ് ഓൾമോസ്റ്റ് ശ്രീനിവാസൻ്റെ നാട്ടിലുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും 2 ഗ്രാമങ്ങളിൽ നിന്ന് വന്നവരാണെങ്കിൽ സ്വയം മലയാള സിനിമ കൈയടക്കുകയായിരുന്നു. അതെ, തിരിച്ചറിയാൻ പറ്റുന്ന നമ്മളൊരു ഹ്യൂമർ സാധനം പറഞ്ഞാൽ അത് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന ഒരാളാണ് ശ്രീനിവാസൻ. പ്രത്യേകിച്ച് ശ്രീനിവാസൻ എഴുതിയ ഡയലോഗുകളിൽ സത്യേട്ടൻ്റെ സിനിമകളിലെ ഡയലോഗ്, ഇപ്പം പോളണ്ടിനെ കുറിച്ച് ഒരക്ഷരം പറയുന്നത്, അല്ലെ നമുക്ക് ഈ ബുദ്ധി നേരത്തെ തോന്നാത്ത എന്താണെന്ന്, അതുപോലെ എന്ത് മനോഹരമായ നടക്കാത്ത, അങ്ങനെയുള്ള ഇതല്ല, ഈ പോളണ്ടിനെ കുറിച്ച് ഒരു അക്ഷരം പറയുന്നുള്ളത് എപ്പോഴാണ് അത് പൊട്ടി വീഴുന്നത്.